ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും പറയുകയാണ്, അബുദാബിയിലെ ചെറിയ ചെറിയ വലിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ നാട്ടിൽ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ കണ്ടക്ടർ വരുന്നു, നമ്മൾ കാശ് കൊടുക്കുന്നു, ചിലപ്പോൾ പൈസ തിരിക്കുക ബാലൻസ് ഇല്ലെങ്കിൽ അവർ പിന്നെ തരാമെന്ന് പറയുന്നു, പിന്നെ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, അങ്ങനെ കുറേ ഇഷ്യൂസ് അല്ലേ. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് പോയാൽ എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയുകയാണ്, അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കത് കേൾക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുള്ള, അതായത് പുറത്തുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ മെയിനായിട്ടെന്നല്ല ബസ്സിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്, ബസ്സിൽ പൈസ കൊടുക്കാൻ യൂസ് ചെയ്യുന്നത് ഒരു കാർഡാണ്. ഇതാണ് ആ കാർഡ്, കണ്ടോ. ഇപ്പം നമ്മൾ ക്യാഷ് കൊടുക്കുന്നത് നിറയ്ക്കാനുള്ള കാർഡാണ് ഇത്. അതായത് നമ്മൾ ബസ് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ബസ്സിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ഉണ്ടല്ലോ, നമ്മൾ ബസ്സിലേക്ക് കയറുന്ന ആ സ്റ്റെപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ക്വയർ ഡിവൈസ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഡിവൈസിലേക്ക് നമ്മളുടെ ഈ കാർഡ് നമ്മളിത് ജസ്റ്റ് ഇതുപോലൊന്ന് കാണിക്കുന്നു. അപ്പോൾ ഒരു പിപ്പ് എന്നൊരു സൗണ്ടോട് കൂടിയിട്ട് ഒരു ടിക്ക് മാർക്ക് വരും. അപ്പോൾ മനസ്സിലായി, നമ്മുടെ ഈ കാർഡിൽ നിന്ന് ഇവിടെ കോമൺ ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് 2 ദിർഹമാണ്. അപ്പോൾ ആ 2 ദിർഹം ബസ് എക്സസ് ചെയ്തു. അതുപോലെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഈ കാർഡ് വീണ്ടും ആ ഡിവൈസിൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കണം. അപ്പോൾ കാണിക്കുമ്പോൾ വീണ്ടും ഒരു ടിക്ക് മാർക്ക് വരും. അപ്പോൾ ഓക്കെ, അത് കട്ടായി, അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇതിങ്ങനെ ചെയ്യാതെ പോകുന്ന ആളുകളും ധാരാളം കാണാം. അപ്പം അങ്ങനെയുള്ളൊരു സംഭവം കൂടി ഞാൻ നിങ്ങളോട് പറയാം. രസകരമായ ഒരു സംഭവം കൂടി, ഒരു ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം കൂടി. അപ്പം നമ്മൾ പല പ്രാവശ്യം ബസ്സിൽ കയറുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, പലരും ഈ കാർഡ് ഇങ്ങനെ, അതായത് ഇവിടെ നീഗ്രോകൾ, ഇവിടെ പല കൺട്രിയിലുള്ള ആളുകളുണ്ടല്ലോ. അപ്പം നീഗ്രോ ടൈപ്പിലുള്ള പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവർ ഈ കാർഡൊന്നും ഈ ഡിവൈസിൻ്റെ അടുത്ത് കാണിക്കില്ല. പക്ഷെ നമ്മൾ ഈ ഡിവൈസിൻ്റെ അടുത്ത് ഇത് കാണിച്ചിരിക്കണം, നമ്മളെ ബസ്സിൽ നിന്ന് ആരും വന്ന് ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർഡ് ചെക്ക് ചെയ്യാനായിട്ട് ഇടയ്ക്ക് ഒരു ചെക്കർ കയറും. അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ അടുത്തും ചേട്ടൻ്റെ അടുത്തും കാർഡ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ തഹസീലിലേക്ക് പോകുന്ന സമയത്ത്, അപ്പോൾ എനിക്ക് ഓൾറെഡി വിസിറ്റിങ്ങിൽ നിന്ന് വിസ ഞാൻ അടിക്കാനായിട്ടുള്ള എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുണ്ട്. അത് ലാസ്റ്റ് സ്റ്റാമ്പിങ് ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബസ്സിൽ കയറി. എൻ്റെ അടുത്തും കാർഡുണ്ട്, ചേട്ടൻ്റെ അടുത്തും കാർഡുണ്ട്. ചേട്ടനത് കാണിച്ചപ്പോൾ ചേട്ടനത് ടിക്ക് വീണു, പക്ഷേ എനിക്കത് വീണില്ല. അപ്പം ഞാൻ കരുതി, ഞാൻ ഇന്ന് വരെ ഇതിലിങ്ങനെ പോയപ്പോൾ ഇതുവരെ തന്നെ അങ്ങനെ ഒരു ചെക്കർ കയറുന്നതോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നതോ ഒന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തെ ട്രാവലിംഗ് അല്ലേ ഉള്ളൂ, ഇപ്പം ഇറങ്ങാൻ പോകണതല്ലേ ഉള്ളൂ, അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു മിണ്ടാതെ അവിടെ കയറി കുത്തിരുന്നു. എന്തിനു പറയണു, നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ചെക്കർ കയറി. ഒരു അറബിയാണ്, അറബി വേഷത്തിൽ, അവരുടെ കന്തൂറയും തല ഇതൊക്കെ വെച്ചിട്ട് കയറി. നമുക്ക് മനസ്സിലായില്ല, അവരുടെ കയ്യിൽ ഒരു ചെറിയൊരു ഡിവൈസ് ഉണ്ട്. അതായത് നമ്മൾ കടകളിലൊക്കെ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ കാർഡ് ഇങ്ങനെ വലിക്കാനുള്ള, സ്വൈപ്പ് ചെയ്യാനുള്ള ഒരു മെഷീനിൽ എന്ന് പറഞ്ഞ പോലെ ഒരു മെഷീൻ ഉണ്ട്. ഇയാൾ ചക്കർ കയറി കണ്ടപ്പോൾ തന്നെ എല്ലാവരും കാർഡ് എടുത്ത് കൈ പിടിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, പണി പാടിയല്ലോ എന്ന്. അങ്ങനെ എൻ്റെ പിന്നിലത്തെ 2 പേരുടെ ഇത് കാർഡ് മേടിക്കുന്നു, ഇതിലിങ്ങനെ വെച്ച് നോക്കി അപ്പോൾ തന്നെ അവർ തിരിച്ചു കൊടുക്കുന്നുണ്ട്, സ്പീഡിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ കാർഡ് എൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ ആളെന്നോട് ചോദിച്ചു, ഞാൻ കാർഡ് കൊടുത്തപ്പോഴത്തേനും ആൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് തിരിച്ച് എനിക്കിങ്ങനെ തരുമ്പോഴത്തേനും ആ മെഷീനിൽ നിന്ന് പി എന്നുള്ള ഒച്ചപ്പാടായി. ഉടനെ ആൾ അടുത്ത ആളുടെ നിന്ന് കാർഡ് മേടിക്കാൻ പോയതായിരുന്നു. സ്റ്റോപ്പ് ചെയ്ത് തിരിച്ച് എൻ്റെ നേരെ വന്നിട്ട് ചോദിച്ചു, ID എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം അവർക്ക് മനസ്സിലായി. അപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി, എൻ്റെ കാർഡ് ഞാൻ യൂസ് ചെയ്യാതെയാണ്, അതിൽ പൈസ കൊടുക്കാതെ ഞാൻ ട്രാവൽ ചെയ്യുന്നെന്നുള്ള മെസ്സേജാണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് അപ്പോൾ എന്ത് ചെയ്തു, ആളെന്നോട് ID ചോദിച്ചു. ഞാൻ ആകെ പേടിച്ചു പോയി, കാരണം ഞാൻ അധികം അങ്ങനെ സംസാരിക്കാനും എനിക്ക് അറിയില്ല. ആൾ ഫുള്ള് അറബി അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് ചോദിച്ചത്, അറബിയിലാണ്. പക്ഷെ എനിക്ക് ആകെ ഇങ്ങനെ പേടിയപ്പോൾ തന്നെ ചേട്ടൻ തൊട്ടടുത്തുണ്ടായിരുന്നു. ചേട്ടൻ വന്നു എന്നാന്ന് ചോദിച്ചപ്പോൾ, കാർഡ് ആളും കണ്ടിട്ടുണ്ടല്ലോ, ഹസ്ബൻഡും കണ്ടിട്ടുണ്ടല്ലോ ഈ കാർഡ് ഇങ്ങനെ പി അടിച്ചത്. അപ്പോൾ തന്നെ ആൾ പറഞ്ഞു, ആൾ വിസിറ്റിംഗ് ആണ്, വിസ അടിച്ചിട്ടില്ല, വിസയുടെ ഇതിന് പോകുകയാണ് എന്ന് പറഞ്ഞു. നമ്മുടെ ചെക്കർ ഒന്നും കേൾക്കാൻ തയ്യാറല്ല. നമ്മുടെ ID മാത്രമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഈ അബുദാബിയിലോ അല്ലെങ്കിൽ പുറത്തുള്ള ഇവിടുത്തെ റൂൾസ് അനുസരിച്ച് നമുക്കൊരു ഫൈൻ കിട്ടേണ്ട ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര അതിനെ ന്യായീകരിക്കാൻ നോക്കിയാലും കാര്യമില്ല, ചിലപ്പോൾ അത് വീണ്ടും പ്രശ്നമാവുള്ളൂ. അതിൻ്റെ പേരിൽ ഇവിടെ ആരും അങ്ങനത്തെ പ്രശ്നങ്ങളിൽ ന്യായീകരിക്കുകയില്ല. അവർ പറയുന്ന അതേപോലെ നിൽക്കുക. അപ്പോൾ ഉടനടി
ഞാൻ ബാഗ് തുറന്നിട്ട് ഞാൻ എൻ്റെ വിസയുടെ പേപ്പർ ഇങ്ങനെ കാണിച്ചു. ആൾ അതിൽ നിന്നൊരു ഫോട്ടോ എടുത്തു, മടങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ചേട്ടൻ്റെ ഫോൺ നമ്പറാണ് വച്ചായിരുന്നത്. അതിലേക്ക് മെസ്സേജ് വരും, ഇത്ര ദിർഹം അല്ലെങ്കിൽ ഇത്ര പൈസ നമുക്ക് ഫൈനായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മെസ്സേജ് വന്നില്ല. അപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു. ചിലപ്പോൾ ഞാനിങ്ങനെ സ്റ്റാമ്പ് ചെയ്യാൻ വിസ ആ ഒരു ആനുകൂല്യം ഉണ്ടായിരിക്കും, വിസ അടിക്കുന്നല്ലേ ഉള്ളൂ, അപ്പോൾ പുതിയതാണ്, അപ്പോൾ ആ ഒരു ആനുകൂല്യം ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 6 മന്ത്സോളം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അതിന് ശേഷം ഞാൻ ഇതുപോലെ ബസ്സിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫൈൻ കിട്ടിയതും അറിയാതെ കിടന്നത് കൂടിപ്പോയതുമായിട്ടുള്ള പല കഥകൾ 2 സ്ത്രീകളിരുന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടു. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു അങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് നമ്മൾ ചിലപ്പോൾ മൊബൈലിൽ മെസ്സേജ് വരില്ല, നമ്മുടെ കയ്യിൽ വിസ അടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ID ആയിട്ട് ഇതുപോലെ തന്നെ ഒരു കാർഡ് വേറെ കിട്ടും. നമ്മുടെ ID ഇവിടുത്തെ നമ്മൾ വിസയുടെ ഒരു ID ആയിട്ട് നമുക്ക് ഇതുപോലെ ഒരു കാർഡ് കിട്ടും. ആ കാർഡ് കൊണ്ടുപോയിട്ട് ടൈപ്പിംഗ് സെൻറ്ററിൽ പോയി ചെക്ക് ചെയ്ത് നോക്കണം നമുക്ക് ഫൈൻ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഞാനൊരു 6 മന്ത്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എൻ്റെ ID കൊണ്ടുപോയി ഒരു ടൈപ്പിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. 200 ദിർഹം എനിക്ക് ഫൈനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഫൈൻ അടയ്ക്കാതെ ഇനി എനിക്ക് ഒരു പക്ഷേ പാസ്പോർട്ടുമായി ഇവിടെ നിന്ന് എക്സിറ്റ് ആവാൻ പറ്റില്ല. ഏത് കൺട്രിയിലേക്ക് പോകണമെങ്കിലും ചിലപ്പോൾ ഞാൻ ഈ പാസ്പോർട്ട് വെച്ച് എയർപോർട്ടിൽ വെച്ചിട്ടായിരിക്കും എൻ്റെ ഫൈൻ അടച്ചിട്ടായിരിക്കും എനിക്ക് ബാക്കിയുള്ള പ്രോസസ്സ് നടക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് അടയ്ക്കാതെ രക്ഷപ്പെടാനൊന്നും പറ്റില്ല. എനിവേസ് അങ്ങനെ ആ സമയത്ത് അവർ മേടിച്ചില്ലെങ്കിലും വിസ പുതുക്കുന്ന സമയത്ത് റിന്യൂ ചെയ്യണമെങ്കിൽ അപ്പം ഞാൻ വൈഫ് വിസ ആയതുകൊണ്ട് ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ വിസ തന്നെ റിന്യൂ ചെയ്യണമെങ്കിൽ എൻ്റെ ഈ ഫൈൻ അടച്ച് ഇത് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഈ 200 ദിർഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മണി ഏകദേശം ഒരു 4000-നേക്കാളും കൂടുതലായിട്ട് വരും. വെറും 2 ദിർഹം ആണ് ഈ ബസ് കാർഡ് നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ ഇതിൽ നിന്ന് പോകുന്നത്. അതിനാണ് ഫൈൻ 200 ദിർഹം എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഈ അബുദാബിയിൽ ആരും ഇങ്ങനത്തെ കാര്യങ്ങളിൽ റിസ്ക് എടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഏത് സ്ഥലത്തും ഫൈൻ അടയ്ക്കേണ്ടതായ കാര്യങ്ങളുണ്ടെങ്കിൽ ആ റൂൾസ് എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഇവിടെ നമുക്കത് പറയാൻ പറ്റില്ല. ഏത് മലയാളി പൊളിയാടാ എന്നുള്ളതില്ലേ, ഒരു രക്ഷയില്ല. മലയാളി പൊളിയൊന്നല്ല. അപ്പം മലയാളി ആയാലും തൊഴിലാളി ആയാലും ബംഗാളി ആയാലും ഇവിടെ റൂൾസിന് വളരെ പ്രധാനമാണ്. അത് നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റാണ്. അതിനെല്ലാവരും അനുകൂലിക്കുന്നവരും അതല്ലെങ്കിൽ അതനുസരിക്കുന്നവരും ആണ് എന്നുള്ളതാണ് വേറൊരു കഥ. അപ്പോൾ ബസ്സിൻ്റെ കാർഡിനെ കുറിച്ച് ബസ്സിലേക്ക് കാർഡ് നിറയ്ക്കുന്നതിന് ഈ കാർഡ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഇവിടുത്തെ ട്രാവലിങ്ങിനെ കുറിച്ച് ചെറിയ ഒരു കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.